ജാമിയ മില്ലിയ സർവകലാശാല പ്രവേശന പരീക്ഷയ്ക്ക് കോഴിക്കോട് സെന്റർ അനുവദിച്ചത് സ്വാഗതം ചെയ്ത MSF പ്രതിഷേധമുയർന്നതിന്റെ ഫലമാണ് സർവകലാശാല തീരുമാനം മാറ്റിയതെന്നും CAA സമരത്തിന് ശേഷമാണ് ദക്ഷിണേന്ത്യൻ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് ഇത്തരം നടപടികളെന്നും MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു മീഡിയ വണ്ണോട് പറഞ്ഞു. ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ 2 ദിവസം നമ്മുടെ ജാമിയ മില്ലിയയുടെ സെൻറ്റർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ MPമാരും വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഒരുമിച്ച് വന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെയാണ് ജാമിയ മില്ലിയയുടെ സെൻറ്റർ പുനഃസ്ഥാപിച്ചുകൊണ്ട് എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിലെ ഏക ഒരു സെൻറ്ററാണ് കോഴിക്കോട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. ആ സെൻറ്ററിനെ ഞാൻ എടുത്തു കളഞ്ഞത്. അവസാനം ഇന്ന് രാവിലെയാണ് ആ സെൻറ്റർ പുനഃസ്ഥാപിച്ചതായിട്ട് പുതിയ പ്രോസ്പെക്ടസിനകത്ത് കാണപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ ആശ്വാസമാണ് കുട്ടികൾക്ക്. ഇത് കഴിഞ്ഞ CAA പ്രൊട്ടസ്റ്റിന് ശേഷമാണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ, അതിൽ മലയാളി കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ ക്യാമ്പസിനകത്ത് വേട്ടയാടപ്പെടുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മലയാളി വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പല വിദ്യാർത്ഥികളും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സമീപിക്കാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു നിലക്കും അനുയോജ്യമാകാത്തൊരു തീരുമാനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത്.